D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരുപാട് പെറ്റ്സുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഫ്രീ അഡോപ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങളുടെ പെറ്റ്സുകൾ സെയിലിനായിട്ട് നമുക്ക് അയച്ചു തന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഒരു 2 ദിവസത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. കുറച്ച് വീഡിയോസ് അധികം പെൻഡിങ് ഉണ്ട്, നമ്മൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പന്തളത്ത് നിന്നാണ്. 3 മാസമായിട്ടുള്ള കോക്ടെയിലാണ് വന്നിരിക്കുന്നത്, 2 ചിക്സ്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിനും കൂടി അവർ ചോദിക്കുന്നത് 2500 രൂപയാണ്. ഈ 2 കോക്ടെയിലിന് ചിക്സിനായിട്ട് അവർ ചോദിക്കുന്നത്. 3 മാസം പ്രായമായതാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബ്രീഡേഴ്സിനൊക്കെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല അടിപൊളി പെറ്റ്സുകളാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് 6 ലവ് ബേർഡ്സാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 4 നോർമൽ ലവ് ബേർഡ്സും 2 റെഡ് ഐ ലവ് ബേർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 6 എണ്ണം കൂടി 700 രൂപയാണ് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി ലവ് ബേർഡുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. റെഡ് ഐ ഉണ്ട്, നോർമലും ഉണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ ബേർഡുകളെല്ലാം. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഗ്രേഡ് ഐൻ്റെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 8 മാസം പ്രായമുള്ളത്. ഇതിനവർ ചോദിക്കുന്നത് 6000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഗ്രേഡ് ഐൻ നല്ല റേറ്റ് കുറവിനാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. വെറും 6000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. സെമി അഡൽട്ടാണ് വന്നിരിക്കുന്നത്. 8 മാസം പ്രായമായിട്ടുള്ളൊരു മെയിൽ ഡോഗ് ഗ്രേഡ് ഐൻ്റെ. തിരുവനന്തപുരം ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്തായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് അവിടെ നിന്ന് തന്നെ സെയിലിനായിട്ട് വന്നിരിക്കുന്നതാണ് ഡോഗ് അർജന്റീനയുടെ ഒരു ഫീമെയിൽ, 10 മാസം പ്രായമുള്ളത്. ഓൺ ഹീറ്റാണ്. ഇപ്പോൾ ഇതിനവർ ചോദിക്കുന്നത് 48,000 രൂപയാണ്. 48,000 രൂപയാണ് ഈ ഡോഗ് അർജന്റീനയുടെ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. 10 മാസം പ്രായമായിട്ടുള്ള ഡോഗ് അർജന്റീന. തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഡാഷ് ഹണ്ടിൻ്റെ ഒരു മെയിലും ഒരു ഫീമെയിലാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രീഡേഴ്സിൻ്റെ ഒക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബ്രീഡേഴ്സിൻ്റെയും സീരിയൽ നമ്പറും സ്ഥല അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് ഡാഷ് ഹണ്ട് മെയിൽ സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3500 രൂപയാണ് ഈ ഡാഷ് ഹണ്ടിൻ്റെ മെയിലിൻ്റെ റേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. 1.5 വയസ്സ് പ്രായമുള്ള മെയിൽ ഡോഗ്. അതേപോലെ അവിടെ നിന്നൊരു ഫീമെയിലും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി 2 ഡാഷ് ഹണ്ട് അഡൽട്ട് ഡോഗുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. 1.5 വയസ്സാണ് രണ്ടെണ്ണത്തിൻ്റെയും പ്രായം വന്നിരിക്കുന്നത്, മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും. മെയിൽ വന്നിരിക്കുന്നത് ടാൻ കളറാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഫീമെയിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ടാൻ ആണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഫീമെയിലാണ്. ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത് 2500 രൂപയാണ് ഈ ഫീമെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു മെയിലും ഫീമെയിലും രണ്ടും 1.5 വയസ്സ് പ്രായമാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിൻ്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് 6000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിൻ്റെ ഫീമെയിൽ പപ്പീസാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി പെറ്റായിട്ട് വളർത്താൻ പറ്റിയൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിൻ്റെ പപ്പീസിനെ ഫീമെയിൽ പപ്പീസിനെയൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ്. ബ്രീഡിംഗ് പർപ്പസിനായി എടുക്കാൻ പറ്റിയതാണ്. 6000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് കിറ്റൻസ് ആണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അടുത്തൊരു ബ്രീഡർ എന്നാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. പഞ്ച് ഫേസിൻ്റെ കിറ്റൻസ് ആണ് വന്നിരിക്കുന്നത്.
പഞ്ച് ഫേസ് 4000 രൂപയാണ് കിറ്റൻസിന് ചോദിക്കുന്നത്. ഹിമാലയൻ കിറ്റാണ് വരുന്നത് 4500 രൂപയാണ് ഹിമാലയൻ കിറ്റൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കിറ്റൻസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നല്ല അടിപൊളി പഞ്ച് ഫേസ് ആണ് കിറ്റൻസ് വന്നിരിക്കുന്നത്. അതാണ് 4000 രൂപ വരുന്നത്. ഹിമാലയൻ്റെ കിറ്റൻസിന് 4500 രൂപയാണ് അവർ ചോദിക്കുന്നത്. പ്രാവുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫാൻറ്റെയിൽസ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി കളറുള്ള ഫാൻറ്റെയിലുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. വൈറ്റ് ഉണ്ട്, അതേപോലെ കോഫി കളറുണ്ട്, അതേപോലെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ട്. പീസ് റേറ്റ് 350 രൂപയാണ് ഒരു ഫാൻറ്റെയിലിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അഡൽട്ടാണ്, ബ്രീഡിംഗ് സൈസുകളാണ് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പീസ് റേറ്റ് 350 രൂപയാണ് പറഞ്ഞതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ആഫ്രിക്കൻ ലവ് ബേർഡിൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ വന്നിട്ടുണ്ട്. അതിന് ചോദിക്കുന്നത് 1600 രൂപയാണ് ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അതേപോലെ ഈ ബ്രീഡിംഗ് പെയർ എടുക്കണമെങ്കിൽ ഒരു ബ്രീഡിംഗ് ഫീമെയിൽ ഫ്രീ ആണ്. 3 കൂടി 1600 രൂപ വരുന്നുള്ളൂ. സിംഗിളായിട്ട് ബ്രീഡിംഗ് ഫീമെയിൽ വേണമെങ്കിൽ 300 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഇതൊരു ബ്രീഡിംഗ് പെയർ, ഇതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഇത് എടുക്കണമെങ്കിൽ ഈ കാണിക്കുന്ന ബ്രീഡിംഗ് ഫീമെയിൽ ഫ്രീ ആണ്. അല്ലെങ്കിൽ സെപ്പറേറ്റ് ബ്രീഡിംഗ് ഫീമെയിൽ മാത്രം എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 300 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത്. പ്രാവുകളും അതേപോലെ കേജ് അടക്കം 12000 രൂപയാണ് ചോദിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷനിലെ പ്രാവുകളും കോഴിയും അടക്കം കേജുകളടക്കം 12000 രൂപ. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവിൻ്റെ വേറെ സെക്ഷൻ വന്നിട്ടുണ്ട്. അതിൽ പ്രാവുകൾ മാത്രമാണ് കൊടുക്കാനുള്ളത്. ഈ കേജൊക്കെ കൊടുക്കാനുള്ളതാണ്. ഈ കേജും ഈ വീഡിയോയിൽ കാണിക്കുന്ന പ്രാവുകളും എല്ലാതും കൂടി 12000 രൂപയെ അവർ ചോദിക്കുന്നുള്ളൂ. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു സെയിലാണ് വന്നിരിക്കുന്നത്. ബൾക്ക് സെയിൽ കേജാണ്. ഈ കേജൊക്കെ 12000 ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി പ്രാവുകളാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. മുഗിയുടെ ഒരു പെയറുണ്ട്, അതുപോലെ ഹിപ്പികളുണ്ട്. ഇത് ഈ കേജ് ഉൾപ്പെടണം കേട്ടോ 12000. ബർപ്പൻസ് ഉണ്ട്. നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ബർപ്പൻസ് ബ്രീഡിംഗ് പെയറുകൾ ചിക്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നതാണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. ഇതാണ് കേജ് വന്നിരിക്കുന്നത്. അതേപോലെ ഈ കോഴികളും ആ 12000 ഉൾപ്പെടുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്ന കോഴികളും കേജും ഈ കേജൊക്കെ 12000 ഉൾപ്പെടുന്നതാണ്. അടുത്ത അവിടെ നിന്ന് തന്നെ തൃശ്ശൂർ ജില്ല കൊടുങ്ങല്ലൂർ ഈ ഇതിൽ കാണിക്കുന്ന പ്രാവുകൾ പെയറിന് 1000 രൂപയാണ് അവർ ചോദിക്കുന്നത്. ഇത് സെപ്പറേറ്റ് സെക്ഷനാണ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ പ്രാവുകളൊക്കെ സെപ്പറേറ്റ് സെയിൽ പെയർ 1000 രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. ഹംഗേറിയൻ മിക്സുകളാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബേഡുകൾ ഹംഗേറിയൻ മിക്സുകൾ പെയറിന് 1000 രൂപ. അപ്പോൾ ബൾക്ക് സെയിലുണ്ട് ഇവിടെ. അതേപോലെ തന്നെ സെപ്പറേറ്റ് ഒരു സെക്ഷനായിട്ട് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. രണ്ടാം സെക്ഷനിൽ വന്നിരിക്കുന്ന പ്രാവുകൾ മാത്രമാണ് കൊടുക്കാനുള്ളത്. അതിൽ പെയറിന് 1000 രൂപയാണ് ഈ പ്രാവുകളുടെ റേറ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ബൾക്ക് സെയിലുകളൊക്കെ അതേപോലെ കേജുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പർക്ക് വീഡിയോസ് എടുത്ത് അയച്ചു തരുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതേപോലെ അല്ല വട്ടത്തിൽ പിടിച്ചിട്ട് 30 സെക്കൻഡുള്ള വീഡിയോ എടുത്ത് അയച്ചു തരാം. അതേപോലെ റേറ്റ്, അതേപോലെ നിങ്ങളുടെ പ്ലേസ്, ഇതൊക്കെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ മറക്കരുത്. വീഡിയോ 30 സെക്കൻഡ് ഓർമ്മിപ്പിക്കുന്നു. വീഡിയോ എടുക്കുമ്പോൾ 30 സെക്കൻഡ് മിനിമം 30 സെക്കൻഡുള്ള വീഡിയോസാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ മുല്ലശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. പോമറേനിയൻ സ്പിറ്റ്സിൻ്റെ അഡൽട്ട് 2 ഡോഗ്സ്, മെയിലും ഫീമെയിലും. ബ്ലാക്ക് വന്നിരിക്കുന്നത് മെയിലും, അതേപോലെ വൈറ്റ് വന്നിരിക്കുന്നത് ഫീമെയിലാണ്.
അപ്പോൾ ആൾ എബ്രോഡ് പോണ കാരണമാണ് ഫ്രീ അഡോപ്ഷൻ. നന്നായിട്ട് നോക്കുന്ന ആളുകൾക്കാണ് സെയിലിന് എടുത്തിട്ട് വിൽക്കാനുള്ള ടീമുകൾ വിളിക്കേണ്ട. നന്നായിട്ട് നോക്കുന്ന ആരെങ്കിലും ഈ ഡോഗ്സിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. തൃശ്ശൂർ ജില്ലയിൽ മുല്ലശ്ശേരിയാണ് ലൊക്കേഷൻ. ഡയറക്റ്റ് ചെന്ന് എടുക്കേണ്ടി വരും. ഫ്രീ അഡോപ്ഷനാണ്. എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇതേപോലെ നിങ്ങളിൽ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ അല്ലെങ്കിൽ പപ്പി കണ്ടീഷൻ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.